ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത് ക്രോഷോയുടെ തന്നെ ബേസിക് സ്റ്റിച്ചുകളാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടു നോക്കുക. ഇനി വരുന്ന നമ്മളുടെ എല്ലാ പ്രോജക്ട്സിനും ആ ബേസിക് സ്റ്റിച്ചുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. പിന്നെ ആ ബേസിക് സ്റ്റിച്ചുകൾ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് ഒരു സ്ക്വയർ ആയിട്ടുള്ള കോസ്റ്ററാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്ന യാൺ എന്ന് പറയുന്നത് കോട്ടൺ പ്ലസ് അക്രിലിക് മിക്സ് ആയിട്ടുള്ളൊരു യാണും 4mm ക്രോഷേ ഹുക്കുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. എല്ലാത്തിൻ്റെയും ബേസിക് വരുന്നത് സ്ലിപ്പ് നോട്ടാണ്. സ്ലിപ്പ് നോട്ട് ഇടുക. അതിലേക്ക് നമ്മളൊരു 20 ചെയിൻ സ്റ്റിച്ചസ് ആണ് ഇടുന്നത്. ഒരു 20 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇടേണ്ടതാണ്. പിന്നെ ഇതൊരു ഹാഫ് ഡബിൾ ക്രോഷേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷേ യൂസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ 20 + 2 ചെയിൻ നമ്മൾ എക്സ്ട്രാ ഇടണം. 2 ചെയിൻ എക്സ്ട്രാ ഇടുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചെയിനാണ്. അപ്പോൾ അതുകൊണ്ട് 22 ചെയിൻസ് നമുക്ക് ടോട്ടൽ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ 22 ചെയിൻസിൽ 2 ചെയിനിൽ നിങ്ങൾ വർക്ക് ചെയ്യരുത്. 2 ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ചെയിൻസാണ്. 3ാമത്തെ ചെയിനിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. യാൺ ഓവർ, ഇൻസേർട്ട്, എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ആ ഇൻസേർട്ട് ചെയ്ത സ്റ്റിച്ചിലൂടെ മാത്രം എടുക്കുക. വീണ്ടും യാൺ ഓവർ ടു 3 ലൂപ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ കാണിച്ചതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു 20 സ്റ്റിച്ചിലൂടെയും നമ്മൾ ഈ സെയിം ഹാഫ് ഡബിൾ ക്രോഷേ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ 20 സ്റ്റിച്ചാണ് ബേസായിട്ട് വെച്ചതെങ്കിൽ ആ 20 സ്റ്റിച്ചിലും നിങ്ങൾ ഹാഫ് ഡബിൾ ക്രോഷേ ആയാലും ഏതൊരു സ്റ്റിച്ചാണെങ്കിലും നിങ്ങൾ എപ്പോഴും ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ അടുത്തൊരു റോ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് കോസ്റ്റർ ആയാലും ഏതൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയാലും അതിൻ്റെ കംപ്ലീറ്റ് ഷേപ്പ് തന്നെ മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ എൻറ്റയർ ആ റോ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റോയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം നമ്മൾ എക്സ്ട്രാ 2 ചെയിൻസ് ആണ് സ്കിപ്പ് ചെയ്യാനിട്ടത്. ഇനി മുകളിലേക്ക് പോകുമ്പോഴും 2 ചെയിൻ എക്സ്ട്രാ ഇടുക. എന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക. 3rd ചെയിനിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, മുകളിലെ റോയിലേക്ക് പോകുന്തോറും 3rd ചെയിനിലേക്ക് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ വി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. താഴത്തെ ബേസ് പോലെയല്ല, മുകളിലേക്കുള്ള റോയിൽ നിങ്ങൾ ആ വി സ്റ്റിച്ച് ഫുൾ എടുത്താലേ നിങ്ങൾക്ക് നീറ്റായിട്ടുള്ളൊരു പ്രോജക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ സെയിം തന്നെ ഹാഫ് ഡബിൾ ക്രോഷേ മുകളിലേക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. സെയിം ഹാഫ് ഡബിൾ ക്രോഷേ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മൾ 2 റോ കംപ്ലീറ്റ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ നമ്മൾ ലുക്ക് വരുന്നത്. ഇങ്ങനെ നീറ്റായിട്ടുള്ള സ്റ്റിച്ചസ് ചെയ്ത് തന്നെ മാക്സിമം നിങ്ങൾ പഠിക്കുക. ഗ്യാപ്പി ആയിട്ടുള്ള സ്റ്റിച്ചസ് ഒരിക്കലും ചെയ്ത് ശീലിക്കരുത്. അങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഭയങ്കര ലൂസായി പോവും. ലൂസായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടത് ആ പ്രോഡക്റ്റിൻ്റെ ഷേപ്പും മാറും, അത് കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നല്ലൊരു ടൈറ്റ്നെസ്സും, ഓവർ ടൈറ്റും ആവരുത്, ഓവർ ലൂസും ആവരുത്. ആ ഒരു ടെൻഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് എല്ലാവർക്കും അത് ശരിയാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഞാനൊരു വീണ്ടും റോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 10 റോ വരെയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണത് വരുന്നതെന്ന് കാണിക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ്, നമ്മളിപ്പോൾ ചെയ്ത സെയിം തന്നെയാണ് ഇനിയുള്ള 10 റോ വരെ എത്തുന്ന രീതിയിൽ നിങ്ങളിത് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 10 റോ എത്തിയിട്ട് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു 10 റോസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പ്രോജക്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ തന്നെ ഈവനായിട്ട് എല്ലാം ഒരേപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഓരോ റോ കഴിയുമ്പോഴും നമ്മൾ എത്ര സ്റ്റിച്ചാണോ താഴെ ബേസായിട്ട് വെച്ചത് അതേ സ്റ്റിച്ചുകളുണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് തന്നെ പോവുക. ഇപ്പോൾ നമ്മുടെ കോസ്റ്റർ ഒരു 10 റോ ക്രിയേറ്റ് ചെയ്തപ്പോഴേക്കും ഇങ്ങനെയാണ് വന്നത്. ഇനി നമുക്കൊരു 4 റോവും കൂടെ ചെയ്ത് ഒരു ടോട്ടൽ 14 റോ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരേപോലെ തന്നെ 2 സൈഡും നിങ്ങൾക്ക് നോക്കുമ്പോൾ നീറ്റായിട്ടുള്ള സ്റ്റിച്ച് വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക.
അപ്പോൾ നമുക്ക് ഇനിയൊരു 4 റോവും കൂടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു 14 റോ ക്രിയേറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഒരു പ്രോജക്റ്റ് വന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്റ്റിച്ചും ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഒരെണ്ണം ലൂസും ഒരെണ്ണം ടൈറ്റും ആയി പോകരുത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈസ് ഡിഫറൻസിന് വളരെ ചേഞ്ച് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അത്ര ഭംഗിയായിരിക്കില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ താഴെ കാണിക്കുന്നതാണ് ഒന്നാമത്തെ റോ. അങ്ങനെ നമ്മൾ ടോട്ടൽ ഒരു 14 റോ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഇതേപോലെ കൗണ്ട് ചെയ്ത് തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് 14 റോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 2 സൈഡിലും നമുക്ക് ഏകദേശം ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും പാറ്റേണിൽ. അപ്പോൾ നിങ്ങൾക്ക് 2 സൈഡ് യൂസ് ചെയ്തും ഇതേപോലെ നിങ്ങൾക്ക് കോസ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്ററിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ എൻഡ് ലൂപ്പ് നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്ത ആ ഭാഗത്തെ ത്രെഡ് ഇതേപോലെ കുറച്ച് ലെങ്ത്തിലേക്ക് വലിക്കുക. എന്നിട്ട് ആ ലൂപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ലൂപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ത്രെഡ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വർക്കിംഗ് ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരും. ബാലൻസ് ഉള്ള ത്രെഡ് മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ആ ത്രെഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു നീഡിൽ യൂസ് ചെയ്ത് നമുക്ക് ഹൈഡ് ചെയ്യാനാണ് ഇനി അടുത്ത നമ്മളുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ നീഡിലേക്ക് ആ ത്രെഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ നീഡിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ ഏതെങ്കിലും ഒരു സൈറ്റ് ത്രൂ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഹൈഡ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ആ എൻഡ് പാർട്ട് നമ്മൾ എൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റിച്ചിലേക്ക് ഈ നീഡിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കോർണറിൻ്റെ ഷേപ്പ് തന്നെ മാറും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഭയങ്കര ടൈറ്റായിട്ട് യൂസ് ചെയ്യരുത്. ലൈറ്റായിട്ട് അത് ഉള്ളിലൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ലൂപ്പിലൂടെയൊക്കെ ഇതേപോലെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും തൊട്ടടുത്തടുത്തുള്ള രീതിയിൽ എടുക്കാൻ നോക്കുക. കാരണം അടുത്തെടുക്കാതെ നിങ്ങൾ ഒരു ഇത്തിരി ഗ്യാപ്പായിട്ടാണ് ഇത് ഇൻസേർട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് അതിലൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അല്ലാതെ തൊട്ടടുത്തടുത്തുള്ള ഗ്യാപ്പുകളിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടെന്ന് കാണാനേ പറ്റില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്റ്റിച്ചിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അങ്ങനെ ആ ഒരു ത്രെഡ് നിങ്ങൾക്ക് എന്തോരം സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ എടുക്കണോ അതുവരെയും നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ വേണ്ട ലെങ്ത്തിൽ നിങ്ങളത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ നീഡിൽ ഊരുക. അത്യാവശ്യം കുറച്ച് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം നിങ്ങൾ ത്രെഡ് കട്ട് ചെയ്യാൻ. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ത്രെഡിൽ ഒരിക്കലും കട്ട് ചെയ്ത് പോകരുത്. അത് മിക്ക ബിഗിനേഴ്സും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. സൂക്ഷിച്ച് വേണം ഒന്ന് നീക്കി വലിച്ച് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ത്രെഡിൻ്റെ എൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾ സ്റ്റാർട്ടിങ് ത്രെഡും നിങ്ങൾ ഇതേപോലെ തന്നെ ഹൈഡ് ചെയ്യുക. കണ്ടോ? അപ്പോൾ ഇത്രയും നല്ല നീറ്റായിട്ടുള്ളൊരു കോസ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു കോസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്കിത് പല രീതിയിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എന്തെങ്കിലും കപ്സ് വെക്കാനോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ വേസിൻ്റെ അടിയിൽ വെക്കാനോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോസ്റ്റർ ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്രോഷ്യോ അമിഗുറുമിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഫുൾ വീഡിയോ ആയിട്ട് തന്നെ കാണുക. എനിക്കറിയാവുന്ന ട്രിക്സും ടെക്നിക്സും ഒക്കെ ഞാൻ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.